പലരും വന്ന് ചോദിക്കുന്നൊരു കാരണം ഞാൻ കുറേ ഡയറ്റും എക്സസൈസും ചെയ്തു. പക്ഷേ ജനിതകമായിട്ട് എനിക്കിങ്ങനെ എൻ്റെ ഫാമിലി ഫുൾ ഇങ്ങനെ കുറച്ച് തടിച്ചിട്ടാണ്. സർജറി എത്തുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി? പലരും റിസർച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഇഞ്ചക്ഷൻ്റെ പേര് ഒസംബിക് എന്ന് പറഞ്ഞിട്ട് മരുന്നുണ്ട്. ദാറ്റ്സ് ആൻ ഇഞ്ചക്ഷൻ. ടാബ്ലറ്റ് ഫോം ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സെമാഗ്ലൂട്ടേറ്റ് എന്ന് പറഞ്ഞിട്ട് റെബൽസസ് ഡെയിലി 1 ടാബ്ലറ്റ് വീതം കഴിക്കുന്നത്. അപ്പോൾ അതിൽ നല്ല വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒസംബിക് ഇറ്റ്സ് എ ഇഞ്ചക്ഷൻ, ഒരു പെൻ പോലെ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഒസംബിക്കിൻ്റെ എങ്ങനെ ഫ്രീക്വൻസി യൂസ്? വൺസ് ഇൻ എ വീക്ക്. അത് വെച്ചിട്ട് യു ഗെറ്റ് റഫ്ലി അറൗണ്ട് 20% ഓഫ് യുവർ ബോഡി വെയിറ്റ് ലോസ് ആണ്. ഒസംബിക് ഇന്ത്യയിൽ വരും. ഇപ്പോൾ ഈ ഇയർ റിലീസാണ്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി റിലീസായ സാധനമാണ് മൗഞ്ചാരോ എന്നൊരു ഇഞ്ചക്ഷൻ. ദർ ആർ 2 ആക്ഷൻസ് ഫോർ ഇറ്റ്. ഒന്ന് ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ് 1 GLP-1 എന്നൊരു പാത്വേയും, 2 ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. അത് വയറിനകത്ത് ആ മോട്ടിലിറ്റി കുറച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് എംറ്റി ചെയ്ത് വിശപ്പ് വരാതിരിക്കാൻ വേണ്ടി അവിടെ തന്നെ കിടക്കുമ്പോൾ വിശപ്പില്ലാത്തൊരു ഫീൽ വരും. അപ്പോൾ വി ഡോണ്ട് ക്രേവ് ഫോർ ഫുഡ്. ഒസംബിക്കിന് ഒരു ആക്ഷനേ ഉള്ളൂ. ഈ മൗഞ്ചാരോയ്ക്ക് 2 ആക്ഷൻ ഉണ്ട്. ദീസ് ആർ ഓൾ ഫോർ ഡയബറ്റിസ്. അപ്പോൾ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതും, പിന്നെ ഇതിന്റെ വേറെ ആക്ഷൻ ഇത് ഇൻസുലിന്റെ സെക്രീഷൻ കൂട്ടിക്കൊണ്ടു. അപ്പോൾ ഡയബറ്റീസിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. എന്നാൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കിട്ടുന്നത് കൊണ്ട് തന്നെ പലരും ഓഫ് ലേബിൾ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു ബേരിയാട്രിക് സർജറി എന്നുള്ളൊരു ഓപ്പറേഷൻ പലർക്കും നമുക്ക് ഇതുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ഇഞ്ചക്ഷൻ അല്ല, വീക്ക്ലി എടുത്തുകൊണ്ടിരിക്കണം. എത്ര നാള് വെയിറ്റ് ലോസ് വേണം അത്രത്തോളം ഇഞ്ചക്ഷൻ ചെയ്യേണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്നും നിൽക്കാത്ത ആൾക്കാരാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ബേരിയാട്രിക് സർജറിയിലേക്ക് പോകുന്നത്.